കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ ചാനലിലെ ഒരുപാട് പേർക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിനു ശേഷം ഓരോരുത്തർ കമന്റ് സെക്ഷനിൽ ഒന്ന് ചോദിക്കുമല്ലോ, എന്തെല്ലാം ലക്ഷണങ്ങളാണ് ഉണ്ടായതെന്ന് ചോദിക്കുമല്ലോ. അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചും പറഞ്ഞും ഒക്കെ മനസ്സിലായിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെ പറ്റി വീഡിയോസ് ചെയ്യാനായിട്ടുള്ള കാരണം നമ്മുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ പ്രഗ്നൻസി ഇങ്ങനെ പോസിറ്റീവ് ആകാൻ നേരത്ത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടാണ് പ്രഗ്നൻസി പോസിറ്റീവ് ആയത് എന്നറിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ കെയർ ശരീരത്തിന് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും പ്രഗ്നൻസി ആകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മുടെ ശരീരമാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. അതായത് എന്തെങ്കിലും മാറ്റങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൽനെസ് നിങ്ങളുടെ ശരീരത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ബോഡിയെ നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണ്ടാലും അതിന്റെ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാലും. അപ്പോൾ അങ്ങനെ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് 5 ലക്ഷണങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ ഒരുപാട് ബോഡി ചേഞ്ചസ് ശരീരത്തിൽ വരുന്നവരുണ്ട്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം, സക്സസ് ആയതിനു ശേഷം പിന്നീട് അങ്ങോട്ടേക്കുള്ള സമയങ്ങളിൽ ലക്ഷണങ്ങൾ കാണുന്നവരുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ ആദ്യത്തെ ട്രൈമസ്റ്റർ ഒക്കെ ആവുന്ന സമയത്ത് ലക്ഷണങ്ങൾ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ശരീരം നല്ലതുപോലെ മോണിറ്റർ ചെയ്യുക. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്ത് ലക്ഷണങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ടയർഡ്നെസ് ആണ്. പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ വളരെയധികം കൂടുമ്പോഴാണ് എക്സ്ട്രീം ആയിട്ടുള്ള ടയർഡ്നെസ് നമുക്ക് ശരീരത്തിൽ ഫീൽ ചെയ്യുന്നത്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായി പോകാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പീരിയഡ്സ് ഇൻഡ്യൂസ് ആകാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതൊക്കെ ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്. പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും ഒരുപാട് പേർക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ടയർഡ്നെസ് ഫീൽ ചെയ്യും. അതായത് ടയേർഡ് ആയിട്ടുള്ള ഒരവസ്ഥ, ക്ഷീണം എന്നുള്ള ഒരു അവസ്ഥ അതിന്റെ പീക്കിൽ എത്തുന്ന സിറ്റുവേഷൻ ആയിരിക്കും പലർക്കും ഉണ്ടാകുന്നത്. എന്താ പറയാ, നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വെറുത്തു പോകുന്ന ടൈം ആയിരിക്കും ആ ഒരു പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. എവിടെയെങ്കിലും ബെഡിൽ മൂടി പുതച്ച് കിടന്നാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഒരു ജോലി ചെയ്യാനോ മൂത്തൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിനെ പോലും നോക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവില്ല. ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ശരീരം നമ്മളെ അനുവദിക്കില്ല. ആ ഒരു സിറ്റുവേഷനിലോട്ട് പലരും എത്താറുണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ലക്ഷണങ്ങളിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഫേസിൽ പിമ്പിൾസ് വരിക. പീരിയഡ്സ് ആകുന്ന സമയത്ത് ഫേസിൽ പിമ്പിൾസ് ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിനൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ആകുന്ന സമയത്തും പലർക്കും ഫേസിൽ പിമ്പിൾസ് ഉണ്ടാവാറുണ്ട്. പിമ്പിൾസ് ഉണ്ടാകുന്നതിനുള്ള കാരണം ഹോർമോൺ ചേഞ്ച് ആണ്. ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും HCG ഹോർമോണും ഒക്കെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവുന്ന സമയം മുതൽ നമ്മളുടെ ശരീരത്തിൽ കൂടാനായിട്ട് തുടങ്ങും. ഈ ഹോർമോൺസിന്റെ വർധനവ് ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേക്കും അതുമായിട്ടും ശരീരം പൊരുത്തപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കുരുക്കൾ നമുക്ക് മുഖത്ത് വരാനായിട്ട് സാധ്യതയുണ്ട്. പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ് തന്നെ പീരിയഡ്സ് ആകുമ്പോൾ എന്തെല്ലാം ഹോർമോൺ ചേഞ്ച് ആണോ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ പെട്ടെന്നൊരു ഹോർമോൺ ചേഞ്ച് വരുമ്പോഴാണ് ഇത്തരത്തിൽ പിമ്പിൾസ് നമുക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പിമ്പിൾസ് മുഖത്ത് വന്നു കഴിഞ്ഞാൽ അത് പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ടാണ്. പീരിയഡ്സിന്റെ ഡേറ്റിൽ തന്നെ പീരിയഡ്സ് വന്നിട്ടില്ലെങ്കിൽ അത് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കുക കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് ബ്രഷ് ചെയ്യാൻ നേരത്ത് വോമിറ്റ് ചെയ്യാനായിട്ട് വരിക. നമ്മളുടെ ശരീരത്തിലെ HCG ഹോർമോൺ കൂടുന്നതിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതിന്റെ ഭാഗമായിട്ടും വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് നമുക്ക് ഉണ്ടാകും. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ വോമിറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക്കിന്റെ റിയാക്ഷൻസ് ഉണ്ടാകും. കാരണം ഡൈജഷൻ എന്ന് പറയുന്ന പ്രവർത്തനം നമ്മൾ ഉറങ്ങുന്ന സമയത്തും നടക്കുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും ഡൈജഷൻ സ്ലോ ആകുന്നതിന്റെ ഭാഗമായിട്ടും HCG ഹോർമോൺ ശരീരത്തിൽ അതിന്റെ ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ടുമാണ്. അതായത് മോർണിംഗ് ടൈം എന്ന് പറയുന്നത് HCG ശരീരത്തിൽ പീക്കിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഒബ്ജക്റ്റ് വായിലോട്ട് പോകുമ്പോഴേക്കും അല്ലെങ്കിൽ വെള്ളം വായിലോട്ട് നമ്മളിലോട്ട് എത്തുമ്പോഴേക്കും ഒക്കെ വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സെൻസേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ചിലർക്ക് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് ആണെങ്കിൽ മറ്റു ചിലർ യെല്ലോ കളറിലുള്ള ഒരു വാട്ടർ വോമിറ്റ് ചെയ്ത് കളയാറുണ്ട്. ഭയങ്കര കയ്പുള്ള യെല്ലോ കളറിലുള്ള വാട്ടർ ആയിരിക്കും നമുക്ക് വോമിറ്റ് ചെയ്ത് പോവുക കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണവും ഒരുപാട് പേര് ഇപ്പൊ പറയുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ഒരു ലക്ഷണം എന്ന് പറയുന്നത് സെക്സ് ഡ്രൈവിൽ വരുന്ന ഒരു വ്യത്യാസമാണ്.
നമുക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത അവസ്ഥ. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം പലരും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവാറില്ല. അത് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട എന്നുള്ള ഒരു അറിവ് മനസ്സിൽ കിടക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ മറ്റു പലരും ആ പ്രഗ്നൻസി ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും. എന്നാൽ ചിലർക്കെന്ന് പറയുന്നത് ആ ഒരു പ്രഗ്നൻസി ആ ഒരു ടൈമിലാണെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം അതിനൊക്കെ മാറ്റി നിർത്തിയിട്ട് ഭയങ്കര ലോ ആയിരിക്കും. ലോ ലിബിഡോ അല്ലെങ്കിൽ ലോ സെക്സ് ഡ്രൈവ് നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മറ്റു പല മാറ്റങ്ങളാണ്. അതായത് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പലർക്കും ലൂബ്രിക്കേഷനോടെ ഫീൽ ചെയ്യാറില്ല. സെർവിക്കൽ മ്യൂക്കസോ മറ്റുള്ള ലൂബ്രിക്കേഷൻസോ ഒന്നും ഇല്ലാതെ വരുമ്പോഴേക്കും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എല്ലാവർക്കും തന്നെ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു പെയിൻഫുൾ പ്രോസസ്സിലോട്ട് ഇറങ്ങാനായിട്ട് പല സ്ത്രീകൾക്കും താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പലർക്കും ബ്രസ്റ്റിലെ പെയിനും മറ്റുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്തും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും അതിന് മുൻപൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ, അതായത് പ്രീവിയസ് മന്തിലൊന്നും അങ്ങനെയുള്ള ഒരു മാറ്റവും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ പെട്ടെന്ന് അത്തരത്തിലുള്ള ഒരു ചേഞ്ചസ് വരുന്നത് പ്രഗ്നൻസി ആയതിന്റെയും ഒരു സൂചനയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ചിലർക്കെന്ന് പറയുന്നത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് താല്പര്യവും വർദ്ധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അത്തരത്തിൽ നിങ്ങൾക്ക് ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. ചിലർക്കെന്ന് പറയുന്നത് ഓവുലേഷന്റെ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും. ഒരുപാട് വജൈനൽ ഡിസ്ചാർജ് വരുന്നവർക്ക് അതിനനുസരിച്ച് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് താല്പര്യവും ഉണ്ടാകും. എന്നാൽ ചില സ്ത്രീകൾക്ക് വജൈനൽ ഡിസ്ചാർജ് കുറവായിരിക്കും. ആ സമയങ്ങളിൽ വജൈന ഡ്രൈ ആയിരിക്കും. അങ്ങനെ പോകുന്നവർക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യവും കുറയാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മാറ്റവും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇത്രയുമാണ്, ഈ 5 മാറ്റങ്ങളാണ് നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് കണ്ടുവരുന്നത് കേട്ടോ. ഈ മാറ്റങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും നിങ്ങൾ ശരീരത്തെ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ശരീരത്തിൽ വരുന്ന ഓരോ മാറ്റത്തെയും നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുക. ഓവർ കോൺഷ്യസ് ആവാനല്ല പറയുന്നത്. ഓവറായിട്ട് നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ തിരിച്ചറിയുക. ഇൻ കേസ് നിങ്ങൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ളവരാണെങ്കിലും അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് വരുന്നതെങ്കിലും അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് മുൻപോട്ടേക്ക് പോകാനായിട്ട് നിങ്ങളെ അത് ശ്രദ്ധിക്കുന്നത് വഴി സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ജനുവരി 1-ന് ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കുക ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.